നമസ്കാരം. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇന്ന് പൊലിഞ്ഞത് 7 ജീവനുകൾ. പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് സഹോദരങ്ങളായ കുട്ടികൾ മരിച്ചു. കോഴിക്കോട് കോടഞ്ചേരി ചന്ദ്രൻകുന്നിൽ നിതിൻ, എബിൻ എന്നിവരാണ് മരിച്ചത്. ഇവർ മീൻ പിടിക്കാനിറങ്ങിയ തോട്ടിലേക്ക് വൈദ്യുതി ലൈൻ പൊട്ടിവീണ് അപകടമുണ്ടാവുകയായിരുന്നു. കൊച്ചി വടുതല ബോട്ട് ജെട്ടിക്ക് സമീപം യുവാവ് പുഴയിൽ മുങ്ങി മരിച്ചു. വടുതല സ്വദേശി അനീഷാണ് മരിച്ചത്. ഇടുക്കി പാമ്പാടംപാറയിൽ മരം വീണ് മധ്യപ്രദേശുകാരി മാലതി മരിച്ചു. കൊടുങ്ങല്ലൂരിൽ വഞ്ചി മറിഞ്ഞ് പ്രദീപ് മരിച്ചു. പാലക്കാട് മഴക്കെടുതിയിൽ 2 പേർ മരിച്ചു. കോഴിക്കോട് വില്യാപ്പള്ളിയിലാണ് ഓടുന്ന ബൈക്കിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി പ്രദേശവാസിയായ പവിത്രൻ എന്നയാൾ മരിച്ചത്. ഇടവിട്ട് കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ വിലങ്ങാടുള്ള 9 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ മീൻ പിടിക്കാൻ പോയ 48-കാരനെ വെള്ളക്കെട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുമറ്റക്കോട് മൈലാഞ്ചിക്കോട് പള്ളത്തുവടി സുരേഷ് ശങ്കരനാണ് മരിച്ചത്. തിരുമറ്റക്കോട് അമേരിക്കപ്പടി തോട്ടിൽ മുകളിലെ പാലത്തിൽ നിന്ന് മീൻ പിടിക്കുന്നതിനിടെ മധ്യവയസ്കൻ അബദ്ധത്തിൽ വീണ് മരിച്ചു. രാമക്കൽമേട് തോവാളപ്പടിയിൽ ശക്തമായ മഴയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ മറിഞ്ഞു. കാറിൽ ഉണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറിയ കാർ തലകീഴായി മറിയുകയായിരുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം കാരണം നിരവധി പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വെള്ളം കയറാൻ സാധ്യതയുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾ ആവശ്യമായ ബദൽ ക്രമീകരണങ്ങൾ ഒരുക്കണം. ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടണം. മഴ തുടരുന്നതിനാൽ ഡെങ്കിപ്പനിക്കും എലിപ്പനിക്കും സാധ്യതയുണ്ട്. കൊതുകുകടി ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. വയറിളക്ക രോഗങ്ങൾ, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ് തുടങ്ങിയവ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കനത്ത മഴ തുടരുന്നതിനാൽ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്കൂളുകളിൽ സ്പെഷ്യൽ ക്ലാസുകൾ വെക്കരുതെന്നും അതത് ജില്ലകളിലെ കളക്ടർമാർ ഉത്തരവിട്ടു. 11 ജില്ലകളിൽ തിങ്കളാഴ്ച റെഡ് അലേർട്ടാണ്. റെഡ് അലേർട്ട് പുറപ്പെടുവിച്ച സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാസർഗോഡ് മഴ അതിശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ എന്ന നിലയിലാണ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ട്യൂഷൻ സെന്ററുകൾ, അംഗനവാടികൾ, മദ്രസകൾ തുടങ്ങിയവയ്ക്ക് നാളെ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെയും കാസർഗോഡ് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലയിലെ മിക്ക പ്രദേശങ്ങളിലും കഴിഞ്ഞ 24 മണിക്കൂറിൽ അതിതീവ്ര മഴയാണ് രേഖപ്പെടുത്തിയത്. മധ്യ കേരളത്തിൽ നാശം വിതച്ച മഴ തുടരുകയാണ്. ആലപ്പുഴ തകഴിയിൽ ശക്തമായ മഴയിലും കാറ്റിലും വീട് തകർന്നു വീണ 5 പേർക്കാണ് പരിക്കേറ്റത്. മലങ്കര, ഭൂതത്താൻകെട്ട് ഡാമുകളിൽ ജലനിരപ്പ് കൂടിയതോടെ ഷട്ടറുകൾ ഉയർത്തി. ഇതുവരെ ആലപ്പുഴ ജില്ലയിൽ മാത്രം 20-ലധികം വീടുകളാണ് തകർന്നത്. തൃക്കുന്നപ്പുഴ, വളഞ്ഞവഴി, പുന്നപ്ര തീരപ്രദേശങ്ങളിൽ കടലേറ്റവും രൂക്ഷമാണ്. 60 വീടുകൾ കടലാക്രമണ ഭീഷണിയിലാണ്. എറണാകുളം ജില്ലയിലെ എടവനക്കാട്, നായരമ്പലം ഭാഗങ്ങളിൽ കടലാക്രമണം രൂക്ഷമായതോടെ വീടുകളിലും റോഡുകളിലും വെള്ളം കയറി. തൃശൂർ അരിമ്പൂരിൽ കനത്ത മഴയിൽ തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. വീടിനുള്ളിൽ ഉണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചന്ദ്രാപിന്നി, പപ്പടനഗറിൽ 30ഓളം വീടുകൾ വെള്ളത്തിലായി. വിവിധ ജില്ലകളിലായി നിരവധി വീടുകളും വാഹനങ്ങളും മരം വീണ് തകർന്നു. ആലപ്പുഴ, തൃക്കുന്നപ്പുഴ അടക്കം പലയിടത്തും കടൽക്ഷോഭവും രൂക്ഷമായി.